നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശരിക്കും ഗതികെട്ട സമയമാണ് ആർക്കും മാറ്റാൻ പറ്റില്ല. അവരുടെ വായിച്ചത് ചാടി കൊടുക്കുന്നതിന് പകരം അപ്പുറത്തെ വഴി കിടപ്പോണതാ. നീ വാ. എങ്ങോട്ടായി തിരിഞ്ഞു നടക്കുന്നേ? അവിടെ നിക്ക്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ നോക്കിക്കോടാ, ഇവളെ വീട്ടിൽ നിന്ന് അമ്മാവനെ കൊണ്ട് തന്നെ ഇറക്കി വിടിച്ചില്ലെങ്കിൽ എന്റെ പേര് ദീപക് എന്നല്ല. അയ്യോ, എന്താ ദിവ്യേ, എന്തു പറ്റി? എന്തരുതിയ മാഡം? നമ്മൾ സംസാരിച്ചോണ്ടിരുന്നപ്പോ മുതല് ദിവ്യക്ക് വയറ്റില് ഒരനക്കം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ദീപക് വന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോ അനക്കം കൂടിയെന്ന്. അവന്റെ പേര് പറഞ്ഞ് ബഹളം വെച്ചപ്പോ കുഞ്ഞ് ദിവ്യയുടെ വയറ്റില് ആഞ്ഞു ചവിട്ടിയെന്ന്. ദീപകേ, കുഞ്ഞേ, അവന്റെ അച്ഛനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നീ എന്ത് ഭ്രാന്തായി പറയുന്നേ? എടാ, നിന്റെ പേര് പറഞ്ഞപ്പോ കുഞ്ഞ് വയറ്റിൽ കിടന്ന് ചവിട്ടി എന്നാ ദിവ്യ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? എന്തർത്ഥം? എടാ, വയറിന് പുറത്ത് അച്ഛന്റെ ശബ്ദം കുട്ടികൾ തിരിച്ചറിയുമ്പോ ഇങ്ങനെ ചവിട്ടൂന്ന്. നീ ആദ്യം ഈ കൈ അങ്ങ് മാറ്റിക്കേ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ വക അഭ്യാസങ്ങളെടുത്ത് വെറുതെ എന്നെ ഇറിറ്റേറ്റ് ചെയ്താ നീ വിവരം അറിയും. മനസ്സിലായോ? ആ, മനസ്സിലായി. അപ്പോ കുഞ്ഞു തൊഴിച്ചതോ? ആ കുഞ്ഞെ വല്ല ഫുട്ബോൾ പ്ലെയറിന്റെയും കുഞ്ഞായിരിക്കും. കുഞ്ഞ് തൊഴിച്ചത്രേ. ദിവ്യ അവന്റെ ദേഷ്യം ഒന്നും കാര്യാക്കണ്ട. ഒക്കെ നമുക്ക് ശരിയാക്കാം. എന്നാലും രാജുവേട്ടാ, ദിവ്യ ധൈര്യമായിട്ടിരിക്കുന്നേ. ലതിക മേഡം, ദിവ്യയെ കൂട്ടിക്കൊണ്ടുപോ. വാ ദിവ്യ. എന്തൊക്കെ അഭ്യാസം അവൻ കാണിച്ചാലും കുഞ്ഞ് അവന്റെ ആണെന്ന് ഞാൻ തെളിയിക്കും. സാധനങ്ങൾക്കൊക്കെ ഇപ്പൊ എന്താ വില? വേണുവേട്ടാ, കാലം കടന്നു പോകും തോറും ഓരോരോ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിൽപ്പെട്ട ഒന്ന ഈ വിലക്കയറ്റം. അത് നമ്മൾ ആര് വിചാരിച്ചാലും തടയാനൊന്നും പറ്റില്ല. മനസ്സിലായോ? ഓ വാ, മനസ്സിലായി. പക്ഷെ എന്നാലും കാശ് നമ്മുടെ ലേടി പോണത്. പണ്ടൊക്കെ 10 രൂപയ്ക്ക് കിട്ടുന്ന സാധനങ്ങള് ഇപ്പൊ വാങ്ങണമെങ്കിൽ 1000 രൂപ വേണം. അതായത് 990 രൂപ കൂടി. എന്റെ മനുഷ്യ, അന്നത്തെ 10 രൂപയുടെ മൂല്യം തന്നെയാ ഇപ്പോഴത്തെ 1000 രൂപയ്ക്കുള്ളത്. ഒന്നാലോചിച്ച ഞാൻ പറഞ്ഞ ശരിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ? അന്ന് ജോലി ചെയ്താ കിട്ടുന്ന ശമ്പളം അല്ലല്ലോ ഇന്ന് കിട്ടുന്നത്. അന്ന് 100 രൂപ മാസ ശമ്പളം കിട്ടുന്നിടത്ത് ഇന്ന് 20,000, 25,000 ഒക്കെയല്ലേ കിട്ടുന്നത്. ആ, അത് ശരിയാ. എന്നാലേ വില കയറാത്ത ഒരേ ഒരു സാധനമേ ഉള്ളൂ. എന്താ അത്? ബബ്ലിക്കം. ബബ്ലിക അല്ല, ബബിൾഗം. ഓ ആയിക്കോട്ടെ, ബബിൾ ഗോങ്ങി. ശരിക്കും ഗതികെട്ട സമയമാണ് ആർക്കും മാറ്റാൻ പറ്റില്ല. അവരുടെ വായിച്ചത് ചാടി കൊടുക്കുന്നതിന് പകരം അപ്പുറത്തെ വഴി കിടപ്പോണതാ. നീ വാ. എങ്ങോട്ടായി തിരിഞ്ഞു നടക്കുന്നേ? അവിടെ നിക്ക്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്നെ കാണുമ്പോ നിങ്ങൾക്ക് മുങ്ങാൻ തോന്നും. സ്വാഭാവികം. എന്താന്ന് വെച്ചാ നിങ്ങൾ കാരണം കഷ്ടപ്പെടുന്നത്
ഞാനും എന്റെ കുടുംബോ ഏത് നിലയിൽ ജീവിക്കേണ്ടവനാണ് എന്റെ മോനെന്ന് നിങ്ങൾക്കറിയാമോ? അവനിപ്പോ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാ. അതും നിങ്ങൾ കാരണം. അവന്റെ ഭാവി കൊണ്ട് തൊലച്ച് നിങ്ങള് എന്നെ കണ്ടാല് മിണ്ടാണ്ട് വഴിമാറി തന്നെ നടക്കണം. അത് അങ്ങനെ തന്നെയാ വേണ്ടേ. അത്രയ്ക്ക് ദ്രോഹ നിങ്ങൾ അവനോട് കാണിച്ചത്. അതവിടെ നിക്കട്ടെ. നിങ്ങളുടെ കൊച്ചുമോള് ആശുപത്രിയിൽ ചാകാൻ കിടന്നപ്പോ 10 ലക്ഷം രൂപ എണ്ണി തന്നത് ഞാനാ. ആ കാശ് തിരിച്ച് എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ വേണം. തിരിച്ചു തരാതിരിക്കാൻ ഭീഷണികളൊന്നും എന്റെ അടുത്ത് വേണ്ട. വിദ്യാഭ്യാസ മന്ത്രി നിങ്ങളുടെ സംബന്ധക്കാരൻ തന്നെയാ, അത് ശരിയാ. പക്ഷെ ഈ കേരളത്തില് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കല്ല അവസാന വാക്ക്. അതിന്റെ മുകളിൽ മന്ത്രിമാരുണ്ട്. വർമ്മയുടെ പേരും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി എനിക്ക് തരാനുള്ള കാശ് തരാതിരിക്കാൻ ശ്രമിച്ച എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. എത്ര ഉയരത്തിൽ സ്വാധീനം ചെലുത്താനും ഞാൻ മടിക്കില്ല. വിദ്യാഭ്യാസ മന്ത്രിയെക്കാളും വലുതാണല്ലോ CM. ഞാൻ അദ്ദേഹത്തിനെ കണ്ട് ഈ ഭീഷണിയെ കുറിച്ച് സംസാരിക്കും. അതെനിക്ക് കിട്ടാനുള്ള ക്യാഷ് കിട്ടാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളുടെയൊക്കെ സ്വൈര്യ ജീവിതം നശിപ്പിക്കാൻ, ഇല്ലാതാക്കി തീർക്കാൻ. അതിനും കൂടി വേണ്ടി ഞാനത് ചെയ്യും. അതുകൊണ്ട് അതിനൊന്നും നിൽക്കാതെ തരാനുള്ള ക്യാഷ് തന്ന നിങ്ങൾക്ക് നല്ലത്. കേട്ടോടോ മരവാഴ. രക്തത്തിന്റെ കുറവുണ്ട്. അതിനുള്ള ടോണിക്ക് ഞാൻ എഴുതി തരാം. ആദ്യത്തെ മാസങ്ങളിൽ പോഷകാഹാരത്തിന്റെ കുറവുണ്ടായിരുന്നതുകൊണ്ട് കുഞ്ഞിന്റെ വെയിറ്റിനെ അത് ബാധിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. നാളെ കുട്ടിയും കൂട്ടി എന്തായാലും ഹോസ്പിറ്റലിലേക്കൊന്ന് വരണം. നമുക്ക് വിശദമായൊരു ചെക്കപ്പ് നടത്താം. ശരി ഡോക്ടർ. ദിവ്യേ, സമയത്തിന് ആഹാരം കഴിക്കണം കേട്ടോ. നന്നായി വെള്ളവും കുടിക്കണം. കഴിക്കേണ്ട ഭക്ഷണത്തിനുള്ള ഡയറ്റ് ഞാൻ എഴുതി തരാം. അത് ഫോളോ ചെയ്താൽ മതി. എല്ലാം മൂളി കേട്ടാ മാത്രം പോരാ, പറയുന്നത് പോലെ അനുസരിക്കണം കേട്ടോ. അത് ഞാൻ നോക്കിക്കോളാം ഡോക്ടർ. അതെ, എല്ലാം യാമിന് നോക്കിക്കോളും. ഡോക്ടർ വരേണ്ടിയിരുന്നില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.